ആയുധ കയറ്റുമതി വിപണിയിൽ ഇന്ത്യ കുതിക്കുകയാണ്. 2013-14 കാലഘട്ടങ്ങളിൽ 639 കോടിയായിരുന്നു ഇന്ത്യയുടെ ആയുധ കച്ചവടത്തിൻ്റെ ലാഭമെങ്കിൽ ഇപ്പോഴിതാ അത് 25,000 കോടിയിലേക്ക് ഉയർന്നിരിക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലേറിയ ശേഷം ഇന്ത്യയുടെ ആയുധ കച്ചവടത്തിൻ്റെ വിപണി കുതിക്കുകയാണ്. 2026-ൽ 30,000 കോടിയാണ് ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്ന ലാഭമെന്ന് പറയുന്നത്. 2030 ആകുമ്പോഴേക്കും 50,000 കോടിയാണ് ഇന്ത്യ ആയുധ കയറ്റുമതിയിൽ ലക്ഷ്യം വയ്ക്കുന്ന ലാഭമെന്ന് പറയുന്നത്. ഇപ്പോഴിതാ ഇന്ത്യയെ തേടി അവർ എത്തിയിരിക്കുന്നു. ഇസ്രായേൽ എത്തിയിരിക്കുന്നു. ഇന്ത്യയെ തേടി, ഇന്ത്യയുടെ റോക്കറ്റുകൾ തേടി ഇസ്രായേൽ എത്തിയിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ നടത്തിയ പ്രകടനമാണ് ഇസ്രായേലിനെ ഇന്ത്യയിലേക്ക് എത്തിച്ചത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. കാരണം ഇസ്രായേലിന് നിരന്തരം ആയുധം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ്. സൗദിക്ക് നിരന്തരം ആയുധം കൊടുത്തുകൊണ്ടിരിക്കുന്ന അമേരിക്കയാണ്. സൗദി ബ്രഹ്മോസിന് വേണ്ടി ഇന്ത്യയുടെ അടുത്തേക്ക് വരുന്നു. ഇസ്രായേൽ റോക്കറ്റുകൾക്ക് വേണ്ടി ഇന്ത്യയുടെ അടുത്തേക്ക് വരുന്നു. കരാറുകൾ ഒപ്പിടുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് ഹാലിളകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അമേരിക്ക വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇസ്രായേൽ പോലും ഇന്ത്യയുടെ അടുത്തെത്തിയിരിക്കുന്നു. എന്താണ് സംഭവം നോക്കാം. നിർണായക പ്രതിരോധ സംവിധാനങ്ങളുടെ മുൻനിര ഇന്ത്യൻ നിർമ്മാതാക്കളാണ് NIBE ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ഇസ്രായേലിലെ ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഒരു മുൻനിര സാങ്കേതിക വിദ്യ അധിഷ്ഠിത കമ്പനിയിൽ നിന്ന് $17.52 മില്യൺ വിലമതിക്കുന്ന ഒരു പ്രധാന കയറ്റുമതി പർച്ചേസ് ഓർഡർ ഇപ്പോൾ ഈ കമ്പനിക്ക് ലഭിച്ചിരിക്കുകയാണ്. അതായത് NIBE ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ത്യയുടെ മുൻനിര ആയുധ നിർമ്മാതാക്കളായ കമ്പനിക്ക് ഇസ്രായേലിലെ സാങ്കേതിക വിദ്യ അധിഷ്ഠിത കമ്പനിയിൽ നിന്ന് ഇപ്പോൾ $17.52 മില്യൺ ഒരു കരാർ ലഭിച്ചിരിക്കുകയാണെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണിത്? 300 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചറുകളുടെ നിർമ്മാണവും വിതരണവും ഈ ഓർഡറിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആഗോള വിപണിയിൽ ആദ്യമായി ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വളരെ നൂതനമായിട്ടുള്ളൊരു സാങ്കേതിക വിദ്യയാണ് ഇത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. NIBE ലിമിറ്റഡ് ഇത് ഒരു നാഴികക്കല്ലായിട്ടുള്ള നേട്ടമായാണ് അവർ വിലയിരുത്തുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ മേഖലയ്ക്ക് അഭിമാനകരമായിട്ടുള്ളൊരു നാഴികക്കല്ലായിട്ടുള്ളൊരു നേട്ടമാണ്. ഈ കരാറിലൂടെ ലോകോത്തര പ്രതിരോധ സാങ്കേതിക വിദ്യ ഇന്ത്യൻ മണ്ണിലേക്ക് കൊണ്ടുവരുന്ന പ്രധാനമന്ത്രിയുടെ ആത്മനിർഭർ ഭാരത്, മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി എന്നീ ദർശനങ്ങളോടുള്ള വലിയ രീതിയിലുള്ള പ്രതിബദ്ധതയാണ് ഇസ്രായേലും പുലർത്തുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറയാനായി സാധിക്കുന്നത്. യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചർ അതിൻ്റെ ക്ലാസിക് ഏറ്റവും നൂതനമായ ഒന്നാണ്. നിലവിൽ ലഭ്യമായ ആഗോള ബദലുകളെ മറികടക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഈ ഓർഡർ NIBE ലിമിറ്റഡിൻ്റെ അന്താരാഷ്ട്ര വികാസത്തിൽ ഒരു പ്രധാന ചുവടുവയ്പ് അടയാളപ്പെടുത്തുക മാത്രമല്ല, ആധുനിക യുദ്ധ സംവിധാനങ്ങളുടെ മേഖലയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്യും. കാരണം വന്നിരിക്കുന്നത് ഇസ്രായേലാണ് എന്നുള്ളത് കൊണ്ടാണ്. എന്തു തന്നെയായിരുന്നാലും അന്താരാഷ്ട്ര പ്രതിരോധ നേതാക്കളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ദേശീയ മുൻഗണനകളുമായി പൊരുത്തപ്പെടുകയും ആഗോള പ്രതിരോധ നവീകരണത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ട് ഇന്ത്യൻ സായുധ സേനയ്ക്കും അന്താരാഷ്ട്ര ക്ലയൻറ്റുകൾക്കും ഉയർന്ന സ്വാധീനം ചെലുത്തുന്ന തദ്ദേശീയ പരിഹാരങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യമെന്ന് പറയുന്നത്. നൂതന പ്രതിരോധ സംവിധാനങ്ങളുടെ വികസനം, നിർമ്മാണം, സംയോജനം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു മുൻനിര ഇന്ത്യൻ പ്രതിരോധ സാങ്കേതിക കമ്പനിയാണ് NIBE ലിമിറ്റഡ് എന്ന് പറയുന്നത്. നവീകരണം, ശാസ്ത്രീയത്വം, ആഗോള സഹകരണം എന്നിവയിൽ ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രതിരോധ സന്നദ്ധതയും കയറ്റുമതി ശേഷിയും വർദ്ധിപ്പിക്കുന്നതിൽ NIBE എന്ന് പറയുന്ന കമ്പനി നിർണായകമായിട്ടുള്ള പങ്കും വഹിച്ചിട്ടുണ്ട്. ഈ കമ്പനിയെ തേടിയാണ് നൂതനമായിട്ടുള്ള റോക്കറ്റ് ലോഞ്ചറുകൾ നിർമ്മിച്ചു കൊടുക്കാനായി ഇസ്രായേൽ കമ്പനി എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.